നമസ്കാരം. നമസ്തേ. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും സംസാരിച്ചെങ്കിലും എവിടെയും എത്തിച്ചേർന്നില്ല. അവസാനം പരാജയപ്പെട്ടു. അമേരിക്ക ചതിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. ഇപ്പോൾ അമേരിക്ക ഒരു പടി കൂടി മുന്നോട്ട് കയറി ഈ ചർച്ചയ്ക്കിടയിൽ ഹോർമിസ് കടലിടുക്ക് കൈവശപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അവിടെ മൈനുകളെല്ലാം അവർ 2 വാർഷിപ്പുകളെ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതായി വാർത്ത വരുന്നു. എന്താണ് അമേരിക്കയുടെ തുടർന്നുള്ള നടപടി? ഹോർമിസ് കടലിടുക്ക് അവർ സ്വന്തമായി കൈവശം വയ്ക്കാനുള്ള തന്ത്രങ്ങളാണോ? അതേപോലെ ആരെങ്കിലും ചുങ്കം കൊടുത്താൽ അതിലൂടെ ആ കപ്പലുകൾ ആക്രമിക്കുന്നും കൂടിയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ ഇറാനായിട്ട് ഒരു കെണി ഒരുക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ സമാധാന ചർച്ചകൾ, ആ ചർച്ചകൾക്ക് സത്യം പറഞ്ഞാൽ വലിയ പ്രസക്തി ഒന്നുമില്ലായിരുന്നു. ആ ചർച്ചകളിൽ ഇസ്രായേൽ ഇല്ലായിരുന്നു. കാരണം ഈ ആക്രമണത്തിലെ ഒരു കക്ഷിയാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ പങ്കെടുക്കാത്ത ചർച്ചയ്ക്ക് പിന്നെ എന്താണ് പ്രസക്തി? പോട്ടെ, അമേരിക്ക പറയുന്ന അപ്പടി അനുസരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് കൂട്ടിയാൽ തന്നെ ചർച്ച 21 മണിക്കൂർ നീണ്ടു നിന്ന ചർച്ച പരാജയപ്പെട്ടു. ചർച്ചയിൽ പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങൾ, അതായത് ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന് ചർച്ചയിൽ വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ സ്വാതന്ത്ര്യം, അതിൽ വഴിയുള്ള സ്വതന്ത്രമായ സഞ്ചാരം ഇറാൻ ഉറപ്പുകൊടുത്തിട്ടില്ല. അപ്പോഴാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ്, സെൻട്കോം എന്ന് പറയുന്ന അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ്, അവരുടെ കീഴിലാണ് മധ്യപൂർവേഷ്യ, മിഡിൽ ഈസ്റ്റ്. അവരുടെ ഒരു പ്രസ്താവന വന്നു. 2 അമേരിക്കൻ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, അതായത് ഡിസ്ട്രോയർ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന 2 കപ്പലുകൾ ഹോർമൂസിലൂടെ സ്ഥലങ്ങും വിലങ്ങും സഞ്ചരിച്ചെന്നും മൈനുകൾ നീക്കം ചെയ്യുന്നത് ചില മൈനുകളൊക്കെ നീക്കം ചെയ്തു എന്നുമുള്ള ഒരു അവകാശവാദം അവർ ഉന്നയിച്ചു. ഈ 2 കപ്പലുകൾ എന്ന് പറയുന്ന USS ഫ്രാങ്കി പീറ്റേഴ്സൺ ജൂനിയർ, USS മൈക്കൽ മർഫി എന്നിങ്ങനെയുള്ള, ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന യുദ്ധക്കപ്പലുകളാണ്. ഡിസ്ട്രോയർ യുദ്ധക്കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 200 മീറ്റർ ഒക്കെ നീളം വരുന്ന യുദ്ധക്കപ്പലുകളാണ്. ഏതാണ്ട് ഒരു ചെറിയ വിമാനവാഹിനി കപ്പലുകളാണ് പോലെയാണ്. അതിൽ 2 ആക്രമണ ഹെലികോപ്റ്ററുകളൊക്കെ സാധാരണഗതിയിൽ കാണും. വലിയ ഡിസ്ട്രോയറുകളിൽ അതിലധികം കാണും. നിരവധി മിസൈലുകൾ കാണും. അതായത് ക്രൂയിസ് മിസൈലുകൾ, ഗൈഡഡ് മിസൈൽ എന്ന് പറയുന്ന അതാണ്. ക്രൂയിസ് മിസൈലുകൾ കാണും. അങ്ങനെയുള്ള ഒരു 2 കപ്പലുകൾ ഹോർമുസിലൂടെ കടന്നുപോയി എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ അത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് പരിപൂർണമായിട്ട് നിഷേധിച്ചു. റവല്യൂഷണറി ഗാർഡ്സ് പറയുന്നത് അങ്ങനെ യുദ്ധക്കപ്പൽ കടന്നു പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു യുദ്ധക്കപ്പൽ ഈ ഹോർമുസ് കടക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ തന്നെ ഇറാൻ അത് കണ്ടുപിടിച്ചു. അവർക്ക് വാർണിംഗ് കൊടുത്തു. 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ദിശ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആക്രമണത്തിന് വിധേയമാകുമെന്ന മുന്നറിയിപ്പ് കൊടുത്തു. അതോടുകൂടി ആ ഡിസ്ട്രോയർ കപ്പൽ തിരികെ പോയി എന്നാണ് റവല്യൂഷണറി ഗാർഡ്സിന്റെ പത്രക്കുറിപ്പ് വന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ട വാർത്താ ഏജൻസിയാണ് ഈ പത്രക്കുറിപ്പ്, തസ്നീം എന്ന് പറയുന്ന വാർത്താ ഏജൻസിയാണ് ഈ പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതിൽ ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നത്? ഇതിൽ രണ്ടും ഏതായാലും സത്യമാകാൻ പറ്റില്ല. അതൊരു ചോദ്യമാണ്. അമേരിക്ക പറയുന്നത് അവിടെ ഈ മൈനുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ തുടങ്ങിയെന്നാണ്. അമേരിക്ക ഈ ചർച്ചയുടെ ഒരു മറവിൽ അതുവഴി അമേരിക്കയുടെ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ ഹോർമുസിൽ വിന്യസിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അവർ വിജയിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ ഒരു കപ്പൽ അതുവഴി കടന്നു പോകാൻ ശ്രമിച്ചാൽ എങ്ങനെയായിരിക്കും ഇറാൻ പ്രതികരിക്കുക എന്നുള്ളതിന്റെ ഒരു പരീക്ഷണമായിരിക്കാം അമേരിക്ക ആദ്യം നടത്തിയത്. അങ്ങനെ ഒരു ഘടകം ഇതിലുണ്ട്. ഇനി മൂന്നാമതൊരു ഘടകം, അമേരിക്ക നേരത്തെ തന്നെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകളിലാണ് പ്രധാന അവരുടെ എണ്ണ കയറ്റുന്ന തുറമുഖങ്ങളും റിഫൈനറികളും ഒക്കെ. നമ്മളത് നേരത്തെ പലവട്ടം ഖാർഗ് ദ്വീപിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതുപോലെ അതെ, ലവാൻ എന്ന് പറയുന്ന ദ്വീപിലേക്ക്
UAE നടത്തിയ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ലവാനിൽ റിഫൈനറി ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ദ്വീപുകൾ അമേരിക്ക കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഒരു ഘടകം. അതായത് ഈ ദ്വീപുകളുടെ നിയന്ത്രണം അമേരിക്കയുടെ കൈവശം വന്നാൽ പിന്നീട് ഇറാനെ പ്രതിരോധിക്കാൻ അമേരിക്ക കുറച്ചുകൂടി സജ്ജമായിരിക്കും. ഇതിനിടയ്ക്കാണ് അമേരിക്ക മറ്റൊരു പ്രഖ്യാപനം നടത്തിയത്. അതായത് ഹോർമുസിലൂടെ കടന്നു വരുന്ന കപ്പലുകൾ ഇറാന് ചുങ്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയെ തടയും. അതായത് ഇറാൻ ഒരു ഭാഗത്ത് ഹോർമുസിൽ ഒരു ഉപരോധം ഏർപ്പെടുത്തി കപ്പലുകൾക്ക്. അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാതെ അവർക്ക് ചുങ്കം കൊടുക്കാത്ത കപ്പലുകൾ കയറ്റി വിടില്ല. അതുപോലെ ചില രാജ്യങ്ങളുടെ കപ്പലുകൾ, അമേരിക്ക അതുപോലുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികൾ, അവരുടെ ഒന്നും കപ്പൽ കടത്തിവിടില്ല. ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ കപ്പലുകൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ കപ്പലുകൾ കടത്തിവിടുന്നു. അതിന് ബദലായിട്ട് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് ഹോർമുസിന്റെ തൊട്ടുപുറത്ത് ഒമാൻ ഉൾക്കടൽ, അതുപോലെ തന്നെ അറേബ്യൻ കടലിലൊക്കെ തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നിരന്നിട്ട് ഹോർമുസിൽ നിന്നും ഇറാന്റെ അനുവാദത്തോടെ കടന്നു വരുന്ന എല്ലാ കപ്പലുകളെയും തടയും. അതായത് ഇറാൻ ഒരു ഉപരോധം പ്രഖ്യാപിച്ചെങ്കിൽ അമേരിക്ക മറു ഉപരോധം പ്രഖ്യാപിക്കുന്നു. അതിന് വേറൊരു തന്ത്രം കൂടിയുണ്ട്. അമേരിക്ക ഇതുവരെയും ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി ഭാഗികമായിട്ട് അമേരിക്ക അനുവദിച്ചിരുന്നു. കാരണം ലോക മാർക്കറ്റിലെ എണ്ണയുടെ ദൗർലഭ്യം ഇല്ലാതാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാ കപ്പലുകളെയും അമേരിക്ക ബ്ലോക്ക് ചെയ്യും. ഇറാന്റെ എല്ലാ തുറമുഖങ്ങളും പ്രവർത്തനരഹിതമാക്കാൻ പോവുകയാണ്. അതായത് യുദ്ധം കനക്കാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ സൂചനകളാണ് ഇതിൽ നിന്നെല്ലാം പുറത്തു വരുന്നത്. ഇവിടെ ചില പാശ്ചാത്യ ഏജൻസികൾ ചില വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ തന്നെ ഇറാന്റെ ചില തീരപ്രദേശങ്ങൾ, ഇറാൻ ഒരു വലിയ രാജ്യമാണ്, ആ രാജ്യത്തിൽ മലനിരകളും ആൾതാമസമില്ലാത്ത കിലോമീറ്ററുകളോളം ഉള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇറാന്റെ തീരപ്രദേശങ്ങളിൽ അങ്ങനെയുള്ള ചില മലയിടുക്കുകളിൽ അമേരിക്കൻ സൈന്യം ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്നുവെന്നും അവരവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണെന്നും ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ ഒരു കെണിയായിരുന്നെന്നും അമേരിക്കയുടെ സൈന്യത്തെ അവിടേക്ക് ഇറക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ അമേരിക്കയുടെ 5000-ലധികം മറീനുകൾ എന്ന് പറയുന്ന സ്പെഷ്യൽ ഫോഴ്സ്, അതുപോലെ അമേരിക്കയുടെ പിന്നെ എയർബോൺ ഡിവിഷൻ സൈന്യത്തിന്റെ, അതുകൂടാതെ ഇപ്പൊ വീണ്ടും 1000 സ്പെഷ്യൽ ഫോഴ്സസ് കൂടെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതിന് പുറമെ അറേബ്യൻ കടലിൽ ഉടനീളം അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയെ വിന്യസിക്കുകയാണ്. അങ്ങനെ ഇതൊരു യുദ്ധത്തെ ഒരു കെണിയിലേക്ക് ഇറാനെ കൊണ്ട് എത്തിക്കുകയും ആ കെണി എന്ന് പറയുന്നത് ഹോർമുസിന്റെ നിയന്ത്രണം, ഹോർമുസിലെ ദ്വീപുകൾ പിടിച്ചെടുക്കാനും ഹോർമുസിലേക്ക് ഇറാൻ നാവികപ്പടയെ അല്ലെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിനെ ഹോർമുസിലേക്ക് കൊണ്ടുവരികയും കൊണ്ടുവന്നിട്ട് അവരെ അവിടെ വെച്ച് അവർക്ക് കനത്ത നാശനഷ്ടം വരുത്തുകയും ചെയ്യുക എന്നുള്ള ഒരു തന്ത്രം. അതോ നമുക്കറിയാം, ഇപ്പൊ നമ്മളിത് മാധ്യമങ്ങളിലൂടെ അറിയുന്ന തന്ത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള അമേരിക്കയുടെ സ്ട്രാറ്റജികൾ ഉണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും അമേരിക്ക ഈ സമാധാന ചർച്ചയിൽ ഏർപ്പെട്ടത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആയിരുന്നു എന്നുള്ള ഒരു നിരീക്ഷണമാണ് പൊതുവെ ഇപ്പോ സൈനിക നിരീക്ഷകര്, അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധര്, ഇവരെല്ലാം പറയുന്നത് ഈ ഒരു ഘടകമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ചർച്ചകൾക്ക് ഇറാനെ ഒരു ഭാഗത്തുകൂടി ക്ഷണിക്കുക, മറുഭാഗത്തൂടെ ആ ചർച്ചകളെ അട്ടിമറിക്കുക, ഈ രണ്ട് തന്ത്രവും അമേരിക്ക തന്നെ ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തത് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. അതിനോടൊപ്പം തന്നെ വിറ്റ്കിൻസ്, പ്രത്യേക പ്രതിനിധിയായ വിറ്റ്കിൻസ്, അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ മകളുടെ ഭർത്താവ് ജാരഡ് കുഷ്ണർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ആ ചർച്ചകളിൽ ഉണ്ടായിരുന്നു. ഈ ഇറാന് വേണ്ടി ഈ ചർച്ചകളിൽ പങ്കെടുത്തത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ നയിക്കുന്ന ഒരു സംഘമാണ്. ഇതിനിടയ്ക്ക് വേറെ ചില സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതായത് ഇറാനിൽ ഒരു സമാന്തര നേതൃത്വത്തെ കൊണ്ടുവരാനാണോ അമേരിക്ക ശ്രമിക്കുന്നത്? ഇറാന്റെ പാർലമെന്റ് സ്പീക്കറെ തന്നെ സംശയിക്കേണ്ട സ്ഥിതി ഉണ്ടെന്ന് ചിലർ പറയും. കാരണം അദ്ദേഹം അമേരിക്കക്കെതിരെ ശക്തമായിട്ടൊക്കെ പാകിസ്ഥാനിൽ വെച്ച് സംസാരിച്ചു. അതൊന്നും അത്ര കണക്കിലെടുക്കണ്ട. ചില ആൾക്കാർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് പെഷസ്ക്യാനിയും ഇറാൻ പാർലമെന്റ് സ്പീക്കറെ, അദ്ദേഹത്തിന്റെ വലിയ പേരാണ്, ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്,
ഇവരെ രണ്ടുപേർക്ക് നേരെയും ഇതുവരെയും ഇസ്രായേലോ അമേരിക്കയോ ആക്രമണം നടത്തിയിട്ടില്ല. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയിയെ പോലും അമേരിക്ക വധിച്ചു. റവല്യൂഷണറി ഗാർഡ്സിന്റെ തലവനെയാണ് 2 ദിവസം മുമ്പ് വധിച്ചത്. അതായത് നേതൃത്വ നിരയെ വീണ്ടും വീണ്ടും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്തുകൊണ്ട് പാർലമെന്റ് സ്പീക്കറെയും ഇറാൻ പ്രസിഡന്റിനെയും ലക്ഷ്യം വെക്കുന്നില്ല? അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇവരെ വളരെ നിസ്സാരമായിട്ട് വധിക്കാമായിരുന്നു. കാരണം ഇവരെക്കാളൊക്കെ അധികം സെക്യൂരിറ്റി ഉള്ള ആൾക്കാരാണ് കൊല്ലപ്പെട്ടവരൊക്കെ തന്നെ. അതുപോലെ ജോയിന്റ് സെക്യൂരിറ്റി കൗൺസിൽ ചീഫ് ലാറി ജാനി ഒരു 10-15 ദിവസത്തിന് മുമ്പ് കൊല്ലപ്പെട്ടിരുന്നു. ആദ്യം തൊട്ടേ ഇതുപോലുള്ള നിരവധി ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. ഖുഡ്സ് ഫോഴ്സിന്റെ തലവന്, അങ്ങനെയുള്ള തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരെയും വധിച്ചിട്ടും ഈ 2 പേരെ അമേരിക്ക ഒഴിവാക്കി. അപ്പൊ അമേരിക്കയ്ക്ക് അവിടെ ചർച്ച നടത്താൻ ഒരു നേതൃത്വത്തെ അമേരിക്ക ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ആ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വം അതിന്റെ കറക്റ്റ് സമയത്ത് അവരുടെ തനി സ്വഭാവം പുറത്തു വരും. അതുവരെ അവര് ശക്തമായ ഭാഷയിൽ അമേരിക്കയെ വിമർശിക്കും. അവര് ചർച്ചകളിലൊക്കെ കടുത്ത നിലപാടുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ചില ഊഹാപോഹങ്ങൾ ഉണ്ട്. ഇതിലൊന്നും തെളിവില്ല, പക്ഷെ ന്യായമായിട്ട് സംശയിക്കാനുള്ള കാരണങ്ങളുണ്ട്. കാരണം ഇന്റലിജൻസ് വർക്കിലൂടെയാണ് അമേരിക്കയും ഇസ്രായേലും ഈ വിജയം നേടിയിരിക്കുന്നത്. അപ്പൊ എന്തോ ചോദിക്കാൻ വന്ന പോലെ എനിക്ക് തോന്നി. ഈ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ അമേരിക്കയും റഷ്യയും ഇവരും തമ്മിലുള്ള ഇറാനും തമ്മിലുള്ള പരാജയപ്പെട്ടെങ്കിലും അതിൽ പ്രധാനമായിട്ട് അമേരിക്ക ഉന്നയിച്ചിരുന്ന ഒരു കാര്യം യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് പിന്മാറണമെന്നാണ്. ഇത് റഷ്യ അത് പൂർണ്ണമായി ഏറ്റെടുക്കാമെന്നും ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ ഭാഗത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചോളാം എന്ന് പറയുന്ന ഒരു വാദഗതി പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഇന്നലെ വാർത്ത ഞാൻ കണ്ടിരുന്നു. അത് എത്രമാത്രം ശരിയാണ്? അങ്ങനെ ഒരു യുദ്ധം അവസാനിക്കാൻ സാധ്യതയുണ്ടോ? ഈ ഒരു ആശയം റഷ്യ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഇറാന്റെ കൈവശമുള്ള യുറേനിയമാണ് അമേരിക്കയുടെ പ്രശ്നമെങ്കിൽ ആ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം മാത്രമല്ല, ഇറാന്റെ കൈവശം U-238 എന്ന് പറയുന്ന യുറേനിയം അയിര്, ആ അയിരും ധാരാളം, എനിക്ക് തോന്നുന്നു 600 കിലോയോളം ഉണ്ട്. അത് റഷ്യ ഏറ്റെടുത്ത് റഷ്യ അത് സൂക്ഷിക്കാമെന്നും ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ ഈ സമാധാന ചർച്ചകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ മേൽനോട്ടത്തിൽ മാത്രം അത് തിരിച്ചു കൊടുക്കാമെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം റഷ്യ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അമേരിക്ക അത് കാര്യമായിട്ട് പരിഗണിച്ചു പോലുമില്ല. അതിനെക്കുറിച്ച് അമേരിക്ക അഭിപ്രായം പോലും പറഞ്ഞില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കയുടെ ഒരു ഒരു പ്രിടെക്സ്റ്റ്, ഒരു കാരണം കണ്ടുപിടിച്ചത് മാത്രമാണ് ഈ നമ്മുടെ യുറേനിയം സമ്പുഷ്ടീകരണവും ആണവായുധ നിർമ്മാണവും ഒക്കെ. യഥാർത്ഥത്തിൽ അമേരിക്ക ഇവിടെ ആഗ്രഹിക്കുന്നത് ഇറാനിലെ ഭരണകൂടത്തിന്റെ മാറ്റമാണ്. ആ ഭരണകൂടം പൂർണ്ണമായിട്ടും, അതായത് അവിടെ നിലനിൽക്കുന്ന ഭരണ സിസ്റ്റം മാറിയിട്ട് ജനാധിപത്യം വരണം. ഈ ഷിയാക്കളുടെ തിയോക്രസി അമേരിക്കയിൽ അവസാനിക്കണം. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് 3 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും അണ്വായുധം നിർമ്മിക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. രണ്ടാമത്തേത് ഹോർമുസ് കടലിടുക്ക് ഒരു കാരണവശാലും അതിന്മേൽ ഒരു തരത്തിലുമുള്ള നിയന്ത്രണം ഇറാൻ ഉണ്ടാവരുത്. ഇറാൻ ഇതുവരെ ഇല്ലായിരുന്നു, അതിനിയും ഉണ്ടാവരുത്. മൂന്നാമത്തേത് ഭരണകൂടത്തിലെ ഷിയ നേതൃത്വത്തിലുള്ള ആത്മീയ ഭരണകൂടം മാറിയിട്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടം നിലവിൽ വരണം. അപ്പോ അമേരിക്കയെ സംബന്ധിച്ച് ഇറാന്റെ കൈവശം അണ്വായുധമൊന്നും ഇല്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാം. ഖമനേയി തന്നെ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ അണ്വായുധം ഉണ്ടാക്കാൻ പ്ലാൻ ഇല്ല എന്ന്. പക്ഷെ അതൊന്നും അമേരിക്ക മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് വേണ്ടത് ഭരണകൂടത്തിന്റെ മാറ്റമാണ്. ഈ ഭരണകൂടം വന്നത് ഷാ എന്ന് പറയുന്ന ഭരണാധികാരിയെ മാറ്റിയിട്ട് ആ ഘട്ടത്തിൽ അമേരിക്ക തന്ത്രപരമായിട്ട് കുറച്ചു കാലത്തിന് ശേഷം അവരെ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ പിന്നീട് ആദ്യത്തെ ഒരു സംഘർഷത്തിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് അമേരിക്ക ഉപരോധങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി. നേരിട്ടുള്ള ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഈ ഭരണകൂടത്തെ മാറ്റണം. എണ്ണയുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വേണം. അത് ട്രംപ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റഷ്യ പറഞ്ഞ ആ ഒരു ആശയം അമേരിക്ക അംഗീകരിക്കില്ല. അതൊരു നാളുകളായിട്ട് ഇങ്ങനെ പറയുന്ന
ചില നിർദ്ദേശങ്ങൾ ഒരെണ്ണമാണ്. ഒരു കാരണവശാലും അമേരിക്ക അംഗീകരിക്കാൻ പോകുന്നത്. എന്തായാലും ശരി, നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ അധികം നീട്ടുന്നില്ല. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഹോർമുസിന്റെ നിയന്ത്രണം നിലനിർത്തിയില്ലെങ്കിൽ, ഇറാന് ഹോർമുസിന്റെ നിയന്ത്രണത്തിൽ ഇറാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഈ യുദ്ധത്തില് വഴിത്തിരിവാകും. ഈ വരുന്ന ദിവസങ്ങളിൽ കനത്ത ആക്രമണങ്ങൾ തന്നെ അവിടെ നടക്കും. ഹോർമുസിന്റെ നിയന്ത്രണത്വം ഇറാൻ നഷ്ടപ്പെട്ടിട്ട് ഈ ദ്വീപുകൾ, ഖാർഗ്, ലവാൻ ഉൾപ്പെടെയുള്ള 7 ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകൾ അമേരിക്ക പിടിച്ചെടുത്താൽ ഇനി ഇറാനെ സംബന്ധിച്ച് അധികം ഓപ്ഷനൊന്നും ഇറാന്റെ മുന്നിലില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക അടുത്ത ചതിയിലേക്ക് അമേരിക്ക കടക്കും. അത് നമുക്ക് അടുത്ത നമ്മുടെ ഡിസ്കഷനിലേക്ക് നമുക്ക് മാറ്റി വെക്കുകയാണ് ഞാൻ. ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഓക്കെ, താങ്ക് യു.